Good morning, dear students. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UG അസൈൻമെൻറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് 2 ലൈവ് സെഷൻ നമ്മുടെ അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി 2 ലൈവ് സെഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്യാത്ത കുറച്ച് പേര്, അതിനുശേഷം നമ്മുടെ അക്കാദമിയിൽ ജോയിൻ ചെയ്തവർ, ഇനി പുറത്തു നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ധാരാളം സംശയങ്ങൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾ ഒരു പരിധി വരെ തീർക്കാൻ ഈ ഒരു വീഡിയോയിലൂടെ സാധിക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെൻറ്റ് ഓൾറെഡി വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ അക്കാദമിയിലെ പലരും അത് പല സബ്ജക്റ്റും എഴുതി തുടങ്ങി, പലർക്കും കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴും പലരും അത് തുടങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുമ്പോൾ, ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എന്തായാലും ലേറ്റ് ആവരുത്, എത്രയും പെട്ടെന്ന് അസൈൻമെൻറ്റുകൾ തുടങ്ങുക. പലർക്കും അത് എങ്ങനെ എഴുതണം എന്നൊന്നും അറിയില്ല. അതിനെക്കുറിച്ചൊക്കെ പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നും ഓരോ സ്ലൈഡാക്കി വിവരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് പോയിൻറ്റ്സുകൾ പറയുന്നതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എഴുതിയെടുക്കുക, എന്നിട്ട് അസൈൻമെൻറ്റ് എഴുതാൻ തുടങ്ങുക. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാം ക്ലിയർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. മറ്റൊന്ന്, നിങ്ങൾ വേറൊരാളെ ഏൽപ്പിക്കരുത്. നിങ്ങൾ സ്വയം നിങ്ങൾ തന്നെ അസൈൻമെൻറ്റ് എഴുതുക. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എഴുതുന്നത് വളരെ ഭംഗിയായിട്ട് എഴുതാനും അതോടൊപ്പം തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും, അതോടൊപ്പം ആ അസൈൻമെൻറ്റ് എഴുതുന്നതോടുകൂടി നിങ്ങളുടെ എക്സാമിന് വരെ അത് ഗുണം ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ആവും. അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വന്തമായി എഴുതാൻ തന്നെ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ തന്നെ നിർബന്ധമായിട്ട് അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ പോയിൻറ്റ്സുകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകും. ഇത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു അരമണിക്കൂറിനുള്ളിൽ തീർക്കുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പോയിൻറ്റ്സൊക്കെ വേണ്ടതൊക്കെ നോട്ട് ചെയ്യുക. എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എഴുതാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടെങ്കിൽ വെക്കുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലോ മറ്റോ കിട്ടിയിട്ടില്ല എങ്കിൽ ഒന്നുകിൽ നമ്മുടെ അക്കാദമിയുടെ നമ്പർ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, അതിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഏത് അസൈൻമെൻറ്റും സെൻഡ് ചെയ്ത് തരാം. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അസൈൻമെൻറ്റ് എല്ലാം സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് അസൈൻമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മിക്കവാറും അസൈൻമെൻറ്റുകൾ അവരവരുടെ ഗ്രൂപ്പിൽ, റീജിയണൽ സെൻറ്ററിൻ്റെയോ സ്റ്റഡി സെൻറ്ററിൻ്റെയോ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുന്നത് വെബ്സൈറ്റിൽ നിന്നാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെൻറ്റ് 2 രൂപത്തിലാണ് വരിക. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്കൽ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയവർക്ക് അറിയാം 2 ഷീറ്റ് ഉണ്ടായിരിക്കും. ഒന്നിന് ഹെഡിങ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് എന്നാണ്, മറ്റേതിന് അനലിറ്റിക്കൽ എന്നാണ്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ്? ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് ശരിക്കും നമ്മുടെ ബുക്കുകളിൽ നിന്നോ മറ്റോ കിട്ടുന്ന വിവരങ്ങൾ അതേപോലെ പകർത്തി എഴുതാൻ പറ്റുന്ന അസൈൻമെൻറ്റാണ്. അതായത് നിങ്ങൾ ബുക്കിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. അത് ബുക്കിൽ നിന്ന് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് പല ബുക്കുകൾ റെഫർ ചെയ്യേണ്ടതുണ്ട്. ആ ബുക്കിൽ നിന്നൊക്കെ റെഫർ ചെയ്തിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ബുക്കുകൾ യൂസ് ചെയ്യാം. ഒരു പരിധി വരെ നിങ്ങൾക്ക് വെബ്സൈറ്റുകളും യൂസ് ചെയ്യാം. അവിടെ നിന്നൊക്കെ എടുക്കുന്ന ഡാറ്റ നിങ്ങൾ ജസ്റ്റ് ഒരു കോപ്പി എഴുതുന്ന പോലെ നിങ്ങൾക്ക് ആ ഡാറ്റ അതേപോലെ തന്നെ നിങ്ങൾക്ക് പകർത്തി എഴുതാൻ സാധിക്കുന്ന അസൈൻമെൻറ്റാണ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ്. പിന്നെ പറയുന്നത് അനലറ്റിക്കൽ അസൈൻമെൻറ്റാണ്. അനലറ്റിക്കൽ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ബുക്കുകൾ റെഫർ ചെയ്യാം, പക്ഷേ ആ ബുക്കിൽ കാണുന്ന ഡാറ്റ അതേപോലെ എഴുതേണ്ട ഒരു മെത്തേഡല്ല. അനലറ്റിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യനിലെ ഡാറ്റ എന്തൊക്കെയാണോ അതിനെ നിങ്ങൾ അനലൈസ് ചെയ്യണം, നിങ്ങളതിനെ ക്രിട്ടിസൈസ് ചെയ്യണം.
അങ്ങനെയൊക്കെ കുറച്ച് മാറ്റം വരുത്തി നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങളുടേതായ അഭിപ്രായത്തിൽ മാറ്റി എഴുതേണ്ട അസൈൻമെൻറ്റാണ് അനലറ്റിക്കൽ അസൈൻമെൻറ്റ്. അപ്പോൾ നിങ്ങളതിനെ കുറച്ച് ക്രിട്ടിസൈസ് ചെയ്യണം. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിൽ എഴുതണം എന്നർത്ഥം. അസൈൻമെൻറ്റ് വാല്യുവേഷൻ്റെ സമയത്ത് ഈ അനലറ്റിക്കൽ അസൈൻമെൻറ്റ് പ്രത്യേകം നോട്ട് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന അനാലിസിനനുസരിച്ച് അതിന് മാർക്കും സ്കോറും ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 2 അസൈൻമെൻറ്റ് പറഞ്ഞു. ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, അനലറ്റിക്കൽ ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് എന്താണ്? ബുക്കിൽ നിന്ന് ഡാറ്റ എടുത്ത് നേരെ അങ്ങോട്ട് പകർത്തി എഴുതാനേ ഉള്ളൂ. അനലറ്റിക്കൽ പകർത്തി എഴുതേണ്ടതല്ല. നിങ്ങളതിനെക്കുറിച്ചൊന്ന് പഠിച്ച് വിശദീകരിച്ച് അനലൈസ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്തൊക്കെ എഴുതേണ്ടതാണ്. മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്. A4 ഷീറ്റ് പേപ്പറിലാണ് എഴുതേണ്ടത്. എഴുതുന്ന സമയത്ത് അതിന് 4 സൈഡിലും മാർജിൻ വരയ്ക്കണം. മാർജിൻ വരയ്ക്കുമ്പോൾ പെൻസിൽ കൊണ്ട് വരച്ചാൽ മതി. ഡിസൈൻ ചെയ്യാനോ സ്കെച്ച് പേനയോ കളർ പെൻസിലോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാണ്ട് സാധാ പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് 4 ഭാഗത്തും മാർജിൻ വരയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പേനയോ കളർ പെൻസിലുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ ഈ ബോർഡറൊക്കെ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുക അങ്ങനെയൊന്നും ആവശ്യമില്ല. നല്ല വൃത്തിയായിട്ട് ഒറ്റ വര മാർജിൻ മതിയാകും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പ്രൊഫൈൽ പേജ്, ടൈറ്റിൽ പേജ് ഇങ്ങനെ 2 പേജ് ഉണ്ട്. ഇത് 2 പ്രിൻ്റഡ് ആയിരിക്കും. അത് യൂണിവേഴ്സിറ്റിയാണ് നൽകുക. ഓൾറെഡി യൂണിവേഴ്സിറ്റിയുടെ ഗ്രൂപ്പിൽ അത് വന്നിട്ടുണ്ട്, നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അതൊരു PDF ആയിട്ട് തന്നെയാണ് വരിക. പ്രിൻ്റ് എടുത്ത് വെക്കാം. അത് നിങ്ങളിപ്പോൾ ചിന്തിക്കണമെന്നില്ല, നിങ്ങൾ എഴുതി കഴിയുമ്പോഴേക്ക് അത് കിട്ടിയാലും മതി. അപ്പോൾ ടൈറ്റിൽ പേജും അതുപോലെ തന്നെ പ്രൊഫൈൽ പേജ്, നിങ്ങളുടെ ക്വസ്റ്റ്യനൊക്കെ എഴുതുന്നൊരു പേജ് വേറെയുണ്ട്. അങ്ങനെ 2 പേജാണ് വരിക. ഈ 2 പേജ് ഓൾറെഡി നിങ്ങൾക്ക് തരും. അത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൽ ഫില്ല് ചെയ്യാനുണ്ടാകും. എന്നിട്ട് അതുകൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രിൻ്റഡ് പേജിൽ, അതായത് ടൈറ്റിൽ പേജിൽ, അവിടെയാണ് നിങ്ങൾ എന്തെഴുതുക, ക്വസ്റ്റ്യൻ എഴുതുക. നിങ്ങൾ അസൈൻമെൻറ്റിന് 5 ക്വസ്റ്റ്യൻ വീതമാണ് തരിക. ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിന് 5 ക്വസ്റ്റ്യനും അനലിറ്റിക്കൽ അസൈൻമെൻറ്റിന് 5 ക്വസ്റ്റ്യനും തരും. അതിൽ നിന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ബാക്കി നിങ്ങൾക്കുള്ള ചോയ്സാണ്. അപ്പോൾ ഒരെണ്ണം തിരഞ്ഞെടുക്കുക. ആ ഒരു ചോദ്യം നിങ്ങൾ എഴുതേണ്ടത് ടൈറ്റിൽ പേജിലാണ്, അതായത് പ്രിൻ്റഡ് പേജിലാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പ്രോബ്ലം പേപ്പറാണ്, മാത്സോ അക്കൗണ്ടൻസിയോ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് ക്വസ്റ്റ്യൻ വളരെ വലുതായിരിക്കും. അപ്പം എങ്ങനെ ക്വസ്റ്റ്യൻ എഴുതുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വലിയ ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ഒരു ഷീറ്റ് തന്നെ ഉണ്ടാകും ഒരു ക്വസ്റ്റ്യൻ, അതൊന്നും നിങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിൽ എന്താണോ അതിൻ്റെ കണ്ടൻറ്റ് ചോദിച്ചിട്ടുള്ളത്, ഇപ്പോൾ ജേണൽ എൻട്രി ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കാനാണ് എങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് മാത്രം ഹെഡിങ് കൊടുത്താൽ മതിയാവും. ബാക്കി വർക്കൗട്ടുകളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ആൻസർ പേജിൽ, അതായത് ബാക്കി വരുന്ന ഷീറ്റിൽ നിങ്ങൾ ആൻസർ തുടങ്ങുന്ന ഷീറ്റ് മുതൽ എഴുതിയാൽ മതി. അപ്പോൾ ചോദ്യം ടൈറ്റിൽ പേജിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ചോദ്യം എഴുതാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവിടെ ഇട്ടിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് 2 അസൈൻമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അനലറ്റിക്കലും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. ഈ അനലറ്റിക്കൽ അസൈൻമെൻറ്റിനും ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിനും അനലറ്റിക്കൽ അസൈൻമെൻറ്റിനും വ്യത്യസ്ത ടൈറ്റിൽ പേജുകളായിരിക്കും യൂണിവേഴ്സിറ്റി നൽകുക. അത് രണ്ടും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അനലറ്റിക്കൽ എന്ന് എഴുതിയിട്ടുണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് 2 വ്യത്യസ്ത ഷീറ്റുകൾ PDF ലഭിക്കും. നെക്സ്റ്റ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ ടൈറ്റിൽ പേജിൻ്റെയും പ്രൊഫൈൽ പേജിൻ്റെയും കാര്യം പറഞ്ഞു. ടൈറ്റിൽ പേജും പ്രൊഫൈൽ പേജും നിങ്ങൾക്ക് പേജ് നമ്പർ ആയിട്ട് തന്നെ കണക്ക് കൂട്ടാം.
അതായത് ഒന്നാമത്തത് പ്രൊഫൈൽ പേജ്, രണ്ടാമത്തത് ടൈറ്റിൽ പേജ്. അപ്പോൾ 2 പേജ് അവിടെ തീർന്നു. പിന്നെ നിങ്ങൾ മൂന്നാമത്തെ പേജിന് നിങ്ങൾ ആൻസർ എഴുതി തുടങ്ങുന്ന പേജിന് പേജ് നമ്പർ കൊടുക്കുമ്പോൾ 3 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ മൂന്നാമത്തെ മുതലാണ് നമ്മൾ എഴുതി തുടങ്ങുക. അതിൻ്റെ പേജ് നമ്പർ വരുന്നത് 3. അസൈൻമെൻറ്റ് എഴുതുമ്പോൾ ഉള്ളൊരു ഫോർമാറ്റ് നമ്മൾ മുമ്പ് +1ലും +2ലൊക്കെ നമ്മൾ അസൈൻമെൻറ്റ് എഴുതി അതേപോലെ തന്നെയാണ്. ഇൻട്രൊഡക്ഷൻ, കണ്ടൻറ്റ്, കൺക്ലൂഷൻ ഈ രീതിയിലാണ് എഴുതേണ്ടത്. ഇൻട്രൊഡക്ഷൻ ഒരു പേജിൽ തന്നെ ഒതുക്കാൻ ശ്രമിക്കുക. കണ്ടൻറ്റ് പിന്നെ നമുക്ക് കുറച്ച് നീട്ടി എഴുതാൻ പറ്റുന്നതാണ്. അസൈൻമെൻറ്റ് അവസാനത്തെ പേജ് കൺക്ലൂഷൻ ആക്കിയിട്ട് നിങ്ങൾ കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു അസൈൻമെൻറ്റ് നിങ്ങൾ എഴുതേണ്ടത്. അതിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. മറ്റൊരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. കണ്ടൻറ്റ് എഴുതുന്ന സമയത്ത് ഫുട് നോട്ട് എഴുതാൻ ശ്രമിക്കുക. ഫുട് നോട്ട് എന്താണ് ഫുട് നോട്ട് എന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ചില ബുക്കുകളൊക്കെ വായിക്കുന്ന സമയത്ത് കാണാറുണ്ട്, ചില നമുക്ക് പരിചിതമല്ലാത്ത ചില വേർഡിൻ്റെ തൊട്ട് മുകളിൽ ഒരു നമ്പർ കാണാം. ചെറുതായി ഒരു നമ്പർ എഴുതിയിട്ട് ആ വേർഡിൻ്റെ വിശദീകരണം താഴെ നൽകും. അങ്ങനെ നൽകുന്ന പരിപാടിനെയാണ് നമ്മൾ ഫുട് നോട്ട് എന്ന് പറയാം. ആ ഫുട് നോട്ട് അതും ഒരു അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്ത് കാണിക്കണം. അതൊക്കെ നമ്മുടെ ഒരു എഴുത്തിൻ്റെ ഒരു നല്ല രീതിയാണ്. വായിക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി താഴെ ഒരു വിശദീകരണം കൊടുക്കുക. അത് മാർജിൻ്റെ പുറത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഫുട് നോട്ട് അസൈൻമെൻറ്റിൽ വേണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാല്യുവേഷൻ്റെ സമയത്ത് ഫുട് നോട്ടിന് സെപ്പറേറ്റ് മാർക്ക് തന്നെ ഇടാറുണ്ട്. അതുകൊണ്ട് ഫുട് നോട്ട് നിർബന്ധമാണ്. ഫുട് നോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിനൊരു മോഡൽ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ അസൈൻമെൻറ്റ് ഇങ്ങനെയാണ്. ഇൻട്രൊഡക്ഷനിലെല്ലാം കൂടുതലും വരിക കണ്ടൻറ്റ് എഴുതുന്ന സമയത്താണ് നമുക്ക് ഫുട് നോട്ടിൻ്റെ ആവശ്യം വരിക. ഞാൻ തൽക്കാലം ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഫുട് നോട്ട് കാണിക്കുകയാണ്. ഈ മാർജിൻ കണ്ടോ? ഈ മാർജിൻ്റെ തൊട്ട് താഴെ നമ്മൾ ആദ്യം ഈ പേജിൽ വരുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ അണ്ടർലൈൻ ചെയ്യുകയും ഒന്നുകിൽ അതിനൊരു നമ്പർ കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് ആ നമ്പർ വെച്ചിട്ട് താഴെ അതിനൊരു വിശദീകരണം കൊടുക്കുക. ഇതിനാണ് നമ്മൾ ഫുട് നോട്ട് എന്ന് പറയാം. അപ്പോൾ ഫുട് നോട്ട് വളരെ നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതുക. അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഗതി, അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു അസൈൻമെൻറ്റിന് എത്ര പേജ് വരെ വേണമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അസൈൻമെൻറ്റ് നമുക്ക് ഈ ഒരു ശ്രീനാരായണ ഗുരു അസൈൻമെൻറ്റിന് ഒരു അസൈൻമെൻറ്റ് ഇപ്പോൾ നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് ഫിനിഷ് ചെയ്യേണ്ടത് മിനിമം 10 പേജാണ്. അതിൽ അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറയാതിരിക്കുക. അതായത് നമ്മൾ 1-2 പേജ് കഴിഞ്ഞിട്ട് 3 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു 7 പേജ് മിനിമം എഴുത്തിൽ തന്നെ വേണം. അങ്ങനെ 10 പേജ്. ഒരുപാട് പേജൊന്നും നിങ്ങൾ എഴുതരുത്. അങ്ങനെ എഴുതി വിചാരിച്ചിട്ട് മാർക്ക് കൂടുതൽ കിട്ടുമൊന്നുമില്ല. നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒരു 10-15 അതിൻ്റെ ഉള്ളിൽ നിങ്ങളത് ഒതുക്കാൻ ശ്രമിക്കുക. അവസാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റഫറൻസ്, ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞ 2 സംഗതിയുണ്ട്. രണ്ടെണ്ണമല്ല, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. എന്താണ് റഫറൻസ് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്? ഒരു അസൈൻമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് അസൈൻമെൻറ്റ് കാര്യത്തിൽ പറയുമ്പോൾ പ്രത്യേക നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ അത് വളരെ കുറഞ്ഞ കണ്ടൻറ്റ് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് വായിക്കാം. അതിന് പുറമെ പുറത്ത് നിന്നുള്ള കുറേ ബുക്കുകൾ നിങ്ങൾ റെഫർ ചെയ്യേണ്ടതുണ്ട്. എവിടെ നിന്നൊക്കെ ബുക്ക് കിട്ടുന്നോ, നിങ്ങൾ ഏത് വിഷയം പഠിക്കുന്നോ അതുമായി ബന്ധപ്പെട്ട ബുക്കുകൾ കണ്ടെത്തുക, എന്നിട്ട് പഠിക്കുക. എന്നിട്ട് അതിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ ഏതെങ്കിലും ബുക്കിൽ നിന്ന് നിങ്ങൾ വിവരങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഇത് എടുക്കേണ്ടതാണ്, അങ്ങനെ എടുത്താൽ ആ ബുക്കുകളുടെ വിവരവും കൂടെ നിങ്ങൾ കാണിക്കണം. ഏത് ബുക്കിൽ നിന്ന് റെഫർ ചെയ്തു, അതിൻ്റെ ഓഥർ ആരാണ്, അതിൻ്റെ പബ്ലിഷിംഗ് എന്നാണ്, മുതലായ ഡീറ്റെയിൽസ് അവിടെ കാണിക്കണം. ശരിക്കും ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഗ്രൂപ്പുകളിൽ വന്നു കഴിഞ്ഞു. ബിബ്ലിയോഗ്രഫി എങ്ങനെ ഉണ്ടാക്കണം, അതിൻ്റെ ഫോർമാറ്റ് എന്താണൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ബിബ്ലിയോഗ്രഫി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി, അതിലൊരു 5 ബുക്കെങ്കിലും നിങ്ങൾ റെഫർ ചെയ്തിരിക്കണം.
നമുക്കിപ്പോൾ പല ബുക്കുകളും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഓൺലൈൻ ബുക്കൊക്കെ റെഫർ ചെയ്യാം, നോ പ്രോബ്ലം. ഓൺലൈൻ ബുക്ക് റെഫർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡാറ്റ എടുക്കാം. ഓൺലൈനിൽ നമുക്ക് ധാരാളം ബുക്കുകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ഒരു അസൈൻമെൻറ്റിൻ്റെ കംപ്ലീറ്റ് വർക്ക് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നേരെ മറിച്ചൊരു അനലിറ്റിക്കൽ അസൈൻമെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്യും, എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും എന്നൊക്കെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ആവലാതി ഉണ്ടാവാം. അത് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ഒരു വിഷയത്തെ നമ്മൾ പഠിക്കുക, എന്നിട്ട് അതിനെ വിശകലനം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് സൺഡേ ഒരു ലൈവ് സെഷൻ വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും നിങ്ങൾക്ക് ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത് ധാരാളം സംശയങ്ങൾ ഇനിയും ഉണ്ടാവും. ഒരുവിധം സംശയങ്ങളൊക്കെ ഇതൊന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് തോന്നുന്ന എന്ത് സംശയവും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ കോൾ ചെയ്യാതെ മെസ്സേജ് അയക്കുന്നതാണ് ഏറ്റവും നല്ലത്. മെസ്സേജ് അയക്കുമ്പോൾ ഫ്രീ കിട്ടുന്ന സമയത്ത് അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങളാണ്. താങ്ക് യു ഫോർ ലിസണിങ്. ഗുഡ് ബൈ.